പക്ഷേ അന്നത്തെ ദിവസം രാത്രി ഇടിയും മഴയും ഉണ്ടായിരുന്നു, ശക്തമായ ഇടിയും മഴയും. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അകന്നറിയ ബ്ലഡാണ്, അകന്നറിയ ബ്ലഡ്. ആ മഴേൻ്റെ സമയത്ത് 5 പേരെ കാണുന്നുണ്ട്. അതൊരു നിഴല് പോലെയാണ്. ആ മിന്നൽ വന്നതുകൊണ്ടാണ് ഈ ക്യാമറയിൽ ഇവരെ കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-10:30 ആയ സമയത്തുണ്ട് 2 വണ്ടി നിറയെ പോലീസ് വരും, ഫുൾ ആംസ്. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പ്രഭാകർ ദാസ്, അദ്ദേഹം ഒറീസ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ അന്വേഷണ വഴികളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒറീസ സ്വദേശിയായ അദ്ദേഹം ഇവിടെ മുമ്പ് പ്ലൈവുഡ് ഫാക്ടറി നടത്തിയിരുന്നു. പിന്നെ ഇവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് നടത്തി കുടുംബവുമായി ജീവിച്ചു വന്ന പ്രഭാകർ ദാസിനെ ഭാര്യയുടെയും കുഞ്ഞ് മകളുടെയും മുന്നിൽ വെച്ച് അക്രമികൾ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ആഭരണങ്ങളെല്ലാം കൊള്ളയടിച്ച്, വീട്ടു സാധനങ്ങളടക്കം കൊള്ളയടിച്ച് രക്ഷപ്പെട്ട ആ പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയ കേരള പോലീസിൻ്റെ, കണ്ണൂർ പോലീസിൻ്റെ അന്വേഷണ വഴികളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിൻ്റെ സഞ്ചാരം. അന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ TV മഹിജൻ, അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ആ അന്വേഷണ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം മഹിജനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. 10-10:30 ആയ സമയത്തുണ്ട് 2 വണ്ടി നിറയെ പോലീസ് വരുന്നത്, ഫുൾ ആംസ്, ആയുധങ്ങളായിട്ട്. ഫുൾ ആംസ് ആണ്, ആയുധങ്ങളായിട്ട്. നിങ്ങൾ 5 പേര് മഫ്റ്റിയിലാണ്. നമ്മൾ 5 പേര് മഫ്റ്റിയാണ്. നമുക്ക് എല്ലാം AK-47 ആയുധങ്ങളായിട്ട്. അത് മാത്രം ഇത് AK-47 ഓരോരുത്തർക്ക് പിസ്റ്റളും ഉണ്ട്, പുറമെ പിസ്റ്റളും ഉണ്ട്. അങ്ങനെ വന്ന് ഞങ്ങൾ ഇവരേതായാലും വന്നല്ല, ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ പറഞ്ഞ് 2 പേരെ വരട്ടു, ഓൺലി 2, നിങ്ങൾ 2 പേരെ വേണ്ടു. ആരാ വരുന്നു പറഞ്ഞ് ആദ്യത്തെ ടീമിൽ രാജീവൻ സാറും പിന്നെ അനീഷ് വന്നോളും പോയത്. അങ്ങനെ അവർ പോയി, പിന്നെ സംശയിക്കുന്നിടയ്ക്കെല്ലാം ഇവർ കയറി. അപ്പോൾ ഇവർക്ക് ആദ്യമേ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഇവർ കുറച്ച് വീടുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഞങ്ങളോട് പറയാതെ തന്നെ അവിടെയുള്ള സ്ക്വാഡുകാർ, അവിടുത്തെ പോലീസ് നല്ല സഹകരണമാണ്. അത് SP-യുടെ നിർദ്ദേശമുള്ളതുകൊണ്ട്, അല്ലെങ്കിലില്ല. അതാണ് മറ്റേവർ വന്നപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത്, പ്രതിയെ കിട്ടിയാൽ നിങ്ങൾ കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ തന്നെ ഇളക്കിയിട്ട് പോകുന്നതാണെങ്കിൽ എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ആ ചോദ്യം. അങ്ങനെ പിന്നെ ഒരു റോന്ത അടിച്ച് വന്നു. ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെ പറഞ്ഞു എവിടെയും രക്ഷയില്ല, ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. ആടുന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്ക് വീണ്ടും പോകാം എന്ന് പറഞ്ഞ് അതിലും 2 പേരെ വേണ്ടു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഹിന്ദിയിൽ എല്ലാം ഹിന്ദിയിൽ തന്നെയാണ് സംസാരങ്ങൾ, പറഞ്ഞാൽ മനസ്സിലാകും, കുറച്ച് തിരിച്ച് പറയാം, സംസാരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞാൽ നമ്മളെ സംസാരം അവിടെ എത്ര ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാലും പുറത്തുള്ളവരാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ആംസും ഇതും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വളരെ മോശമേറിയായിരിക്കാൻ പോകുന്നത്, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ അവിടുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തേതിനകത്ത് കയറുന്നത് ഞാനും രഞ്ജിയാണ്. ഞങ്ങൾ കയറി, അവർ പറയുന്ന ആ വഴിക്കേ കൂടി അങ്ങനെ അവർ പോകുന്നുണ്ട്, അങ്ങനെ മിണ്ടാതിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ സമയം ഏകദേശം 12 മണിയോടെ അടുത്തിട്ടുണ്ടാവും. 11:30 ശേഷം 11:30-12 മണിയോടെ അടുക്കുമ്പോൾ ഒരു 10-16 വയസ്സുള്ള 10-15 വയസ്സേ ഉണ്ടാവും ഒരു പയ്യൻ അങ്ങ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങളും കരുതുന്നുണ്ട് ഈ ഇരുട്ടത്ത് ഏടിയ ഇവൻ പോകുന്നതും. പക്ഷേങ്കിൽ അവിടെയെല്ലാം ലേറ്റായിട്ട് ഉറങ്ങുന്നതും പല കടകളുടെ മുകളിൽ, ബിൽഡിങ്ങിൻ്റെ മുകളിൽ വീടുകളുണ്ട്. പക്ഷേങ്കിൽ എന്നാൽ ഇഷ്ടം പോലെ പുറമെ കിടക്കുന്നവരുണ്ട്. അവനെ വിളിച്ച് കയറ്റി ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇവിടെയുള്ളൊരു ക്രൈം വർക്ക് ചെയ്യുന്നൊരു പോലീസുകാരനായിരിക്കാം.
അതുകൊണ്ടാണ് അവനെ പിടിച്ച് കയറ്റുന്നത്. അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ധൈര്യത്തിൽ പിടിച്ചു ധൈര്യത്തിൽ ഈ വണ്ടിയിലുള്ള പോലീസുകാരൻ തന്നെ ക്രൈം വർക്ക് ചെയ്യുന്നതാണ്. സ്റ്റൈൽ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ വിളിച്ച് കയറ്റിയിരുത്തി ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെയാണ്, എന്താണ്, നിനക്ക് ഇന്നയാളെ അറിയാവോ? ഇല്ല, അറിയില്ല. അവിടുന്ന് പിന്നെ ഇയാൾ പിന്നെയും എന്തൊക്കെയോ ഹാർഡായിട്ട് ഇവനോട് വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞ് പിന്നെ എൻ്റെ സുഹൃത്തിനറിയാം, ഈ ഫോട്ടോ കാണിച്ചു, ഈ ഏരിയയാണ്, ഈ ഏരിയയിൽ ഈ ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ സുഹൃത്തിനറിയാമെന്ന്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കരുതുന്നത് ഇതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണോ, പക്ഷേങ്കിൽ അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സുഹൃത്തിനറിയാമെന്ന്. ആ സുഹൃത്തിൻ്റെ വീട് കണ്ടു. ആ സുഹൃത്തിനെ പിടിച്ച് കയറ്റിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ആദ്യം പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ അറിയില്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര പേടി. അങ്ങനെ അവനോട് പറഞ്ഞ് നയത്തിൽ മനസ്സിലാക്കിയിട്ട് മറ്റവൻ്റെ നമ്മൾ ഈ പറയുന്ന ഐഡൻറ്റിഫൈ ആയവൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം എത്തുന്നത്. നമ്മളെ പേരും അഡ്രസ്സും കൃത്യം പറഞ്ഞവൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് വാതിലിന് മുട്ടിയിട്ട് പ്രായമുള്ളൊരു സ്ത്രീ, ഇത് ബ്ലൗസ് പോലും ഇല്ല, അങ്ങനെയുള്ളൊരു സ്ത്രീ, പഴയ കാലത്തെ അത് ഒരു സ്ത്രീ വാതിൽ തുറന്നിട്ട് ഞങ്ങൾ ഇന്നയാളില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ പേടിച്ചിട്ട് മുകളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പം മേലെയാണ് താമസം എന്നുള്ള ഇതിൽ നമുക്ക് ഒരു സൂചന പോലെ ഒരു സെക്കൻഡ് മേലെ ഉണ്ട് എന്നുള്ള തരത്തിൽ ആ നോക്കിയതിൻ്റെ ഇതിൽ ഞങ്ങൾ ഒരൊറ്റ ഓട്ടം മുകളിലേക്ക്. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്തേക്കൂടി ചെറിയൊരു സ്റ്റെയർ കേസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിലൂടെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആദ്യം നോക്കുമ്പോൾ ഒരു റൂമുണ്ട്. അതിനകത്തുള്ളവനെ നോക്കിയിട്ട് പിടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ആളല്ല. തൊട്ടടുത്ത റൂമിലേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോഴേക്ക് ഇവൻ ഉറക്കമാണ്. നമ്മൾ ഇത്രയും ഓടിയിട്ട് പോയിട്ട് നമ്മളെ മുന്നിൽ ഒരു എതിർപ്പും ഇല്ലാതെ പക്ഷെ ഇവനെ കിട്ടി. ഇവനെ അവിടെ നമ്മൾ എന്തൊരു തരത്തിലാണ് കാണേണ്ടി വരിക എന്ന് നമ്മൾക്ക് സംശയം ഉണ്ടെങ്കിലും ഇവനെ അവിടുന്ന് ഈസി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മൽപ്പിടുത്തോ ബലപ്രയോഗമോ ഇല്ലാതെ അവിടുന്ന്. ഗ്രാമത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ക്രൗഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുകൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതാണ് ഈ ആംസ് എടുത്തിട്ട് പോകുന്നത്. ക്രൗഡായി കഴിഞ്ഞാൽ പിന്നെ എങ്ങുന്നാന്ന് എന്താണ് എന്നുള്ളതൊന്നും പിടികിട്ടൂല. ഈ സ്റ്റേഷൻ്റെ പല ഏരിയയും അതുപോലെ തന്നെയാണ് പോലും. ഫസ്റ്റിലെത്തവനെ അങ്ങനെ നമുക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞ് ആദ്യം സമ്മതിക്കാൻ ബലം പിടിച്ചു. ഞാൻ അങ്ങനെ ഒരു സംഭവത്തിനേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതിലാണ് അല്ലല്ല എടുത്തു കൊണ്ടുവന്നു. സ്ത്രീ സദ്യയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ സ്ത്രീ അതിന് ഒരു എതിർപ്പോ കാര്യം ഒന്നും എതിർപ്പില്ല. അതിന് മാത്രം സമയം കൊടുത്തില്ല. എടുത്ത് അതാണ് ഇവർ പറയുന്നത്, നിങ്ങൾ സംസാരിക്കാനും പാടില്ല എന്ന് പറയുന്നത്. അവിടുന്ന് അത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇവനെ എടുത്തുകൊണ്ട് ഒരു ജീപ്പിലേക്ക് കയറി. മറ്റേ 2 പേരെയും ഞങ്ങൾ 2 വണ്ടി ഉണ്ടല്ലോ, ഇവരെ കാണിക്കാൻ പാടില്ലല്ലോ. അവൻ്റെ സംരക്ഷണം നമ്മൾ കൊടുക്കണ്ടേ, നമ്മളെ സഹായിച്ചവൻ്റെ. അവരെ മറ്റേ വണ്ടിയിൽ കയറ്റി. അവനെ വണ്ടിയിൽ കയറ്റുമ്പോൾ ഞാനും അതിനകത്ത് കയറി. രഞ്ജിത്ത് ഈ പ്രതിയുള്ള വണ്ടിയിലും കയറി. ഇറങ്ങി വിടുന്ന സമയത്ത് മറ്റേ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് വേറെ ആരും അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കാണ് ബുദ്ധിമുട്ട്, നിന്നെ അവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നുള്ള 200 രൂപയോ അപ്പോൾ 2 പിള്ളമാർക്കും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവനും ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ട്. ഇത് ഒരു പോലീസും അവിടെ എന്താ പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടിയൊരു സഹായം നമ്മൾ എവിടെയായാലും തിരിച്ചു കൊടുക്കുക എന്നുള്ള കണ്ടീഷനിൽ വെറുതെ അങ്ങ് കൊടുത്ത് അതങ്ങ് അവർ 2 പേരെ അങ്ങ് ഒഴിവാക്കി. ഇവനെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ ചോദ്യം ചെയ്ത് മറ്റുള്ളവരെയെല്ലാം മനസ്സിലാക്കി. പിന്നെ രാത്രിക്ക് ഓരോ സ്ഥലങ്ങളിലും എവിടെയൊക്കെ പോയി എന്ത് പോയി എന്നൊന്നും അന്ന് രാത്രി തന്നെ ഇത് നേരം വെളുത്തു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആവുമല്ലോ.
എളുപ്പമല്ല പിന്നെ കാര്യങ്ങൾ. പിന്നെ കിട്ടൂലല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് നമ്മളെ വല്ലാണ്ട് എതിർത്ത് കളഞ്ഞു. അങ്ങനെ ഒരാളെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നേ അവൻ അവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ വീട് അത് തന്നെയായിരുന്നു. പക്ഷെ അവനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടി. അങ്ങനെ 4 പേരെ നേരം വെളുക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 പേരിൽ അന്ന് രാത്രി കൊണ്ട് അത് ഭയങ്കര ഓപ്പറേഷൻ. ഓരോ ഗ്രാമങ്ങളിലേക്കും പോയി. ആ, ഏതൊക്കെ ഗ്രാമത്തിൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് എവിടുന്നാ? എതിർപ്പിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? എതിർപ്പിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ വണ്ടിക്ക് ചുറ്റും വളഞ്ഞു വെക്കുക. വളഞ്ഞു നിന്നിട്ട് നിങ്ങൾ എന്തിനാണ് വന്നത്, എന്താണ് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നീട് കിട്ടില്ല. അത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് വേഗം സ്പ്രെഡ് ആവുമല്ലോ, ഇന്ന കാരണമാണ് എന്ന്. അപ്പോൾ അവരെ ആവശ്യങ്ങൾ, അവരെ കാരണങ്ങളാണ് അവർ പറയുന്നത്. നോക്കുമ്പോൾ ഇതിൽ പലരും അവിടെ ചെറിയ കളവ് കേസ് അല്ലെങ്കിൽ അടിക്കേസ് ഇങ്ങനെയുള്ള കേസുകളിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിലും അവർക്ക് ഈ തരത്തിലുള്ള കൂട്ടറാണ് എന്ന് അറിയാം. നല്ല സ്വഭാവക്കാരല്ല. അതുകൊണ്ടാണ് ഇവൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മറ്റേ പയ്യൻ പറഞ്ഞത് എന്നെ കൊന്നു കളയുന്നു. ഇവിടുന്ന് ഒരു മർഡർ കേസ് കഴിഞ്ഞിട്ടാണ് അവിടെ പോയത് എന്ന് അവൻ അറിയാതെ തന്നെയാണ് അവൻ പറയുന്നത് അവൻ കൊന്നു കളയും. അപ്പോഴേ ക്യാരക്ടറെ കുറിച്ച് ഐഡിയ കിട്ടി. 4 പേരെയും സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ അവിടെയല്ലേ രേഖയാക്കണ്ടു. പിന്നീട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെയുള്ള SP സാറും നമ്മുടെ SP സാറും കൂടി സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഈ സ്റ്റേഷനിലാണ് ഉണ്ടാവുക എന്നറിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ ഓരോന്നായിട്ട് വന്ന് സ്റ്റേഷനിൽ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഇത് പ്രശ്നത്തിലേക്ക് പോകുമല്ലോ എന്ന്. നമ്മളിങ്ങനെ നമുക്ക് ഇവിടെയുള്ള കഥ നോക്കിക്കഴിഞ്ഞാലും അറിയാലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരു അങ്ങനെ ഒരു പ്രശ്നം വരുമല്ലോ. പക്ഷേങ്കിൽ അതിന് ഇവര് നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ ഇനിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞു, സാറിൻ്റെ സാറോടും പറഞ്ഞു, നമ്മളെ SP സാറോടും പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ സാറ് മേൽഘടകത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പിന്നീടൊരു തീരുമാനമായി, പിന്നെ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കും. നിയമപ്രകാരം തന്നെ ആയിക്കോട്ടെ, അവിടുത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ട്രാൻസിസ്റ്റ് വാറണ്ട് വാങ്ങുക, എന്നിട്ട് കൊണ്ടുവന്നാൽ മതി, ഒരു ദിവസമല്ലേ താമസിക്കൂ എന്ന് പറഞ്ഞു. ആൾക്കാർ വരുന്നുണ്ട്. എന്താണ് ഇത് കൊണ്ടുവരുന്നത്, നമ്മളെ ചെറിയ പിള്ളറല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ വലിയ കുറ്റം ചെയ്തിട്ടാണ് അവിടെ ചെറിയ പിള്ളേർ. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് സാധാരണ സാറ് എങ്ങനെ ചെയ്യണമെന്നുള്ള നിയമോപദേശവും കാര്യങ്ങളും ഒക്കെ സാധാരണ സാറ് മെയിൽ ചെയ്ത് എല്ലാം പ്രിൻ്റ് എടുത്ത് ഞങ്ങൾ കോടതിയിൽ കൊടുത്തു. കോടതിയുടെ അന്തരീക്ഷം എങ്ങനെയാണ്? കോടതിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, നല്ലത്. പോലീസ് സ്റ്റേഷന്റെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? പോലീസ് സ്റ്റേഷനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ സ്റ്റേഷൻ പോലെ ആവില്ല. അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനുഷ്യാവകാശമുണ്ട്, അവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഗതി ഇല്ലില്ല. അവിടെ ആ മൂലക്ക് ചങ്ങലക്ക് കെട്ടിട്ട് നായിനെ കെട്ടിയ പോലെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് ചങ്ങലക്കിടും. ലോക്കപ്പിലുള്ളതിന് പുറമെ ജനലിനായിട്ടും പിന്നെ വരാന്തയിലായിട്ടും ഇങ്ങനെ ചങ്ങല കിട്ടും. ആയിരിക്കും. അവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഗതി അങ്ങോട്ട്. ഈ 4 പേര് വന്നപ്പോൾ ഈ പ്രതികൾ ആ സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവരോടുള്ള പോലീസിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ടായിരുന്നു? അവരോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലര് ഹാർഡായിട്ട് സംസാരിക്കും. പിന്നെ ഒരു കൊലക്കേസിൽ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കോടതി നടപടികൾ ശരിക്കും അന്ന് വൈകുന്നേരം വരെ ആയല്ലോ. 5 മണിയോടുകൂടിയാണ് നമുക്ക് ട്രാൻസിസ്റ്റ് വാറണ്ട് കിട്ടുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റ് വാറണ്ട് തരുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും ദൂരെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു 2 ദിവസത്തെ എങ്ങാനും പിന്നെ സമയം, ട്രാവലിൻ്റെ സമയം, യാത്ര ചെയ്യാനുള്ള ഇവിടുത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള സമയം തന്നു.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേരാം. എന്താണെന്ന് പറഞ്ഞാൽ വഴിക്ക് വല്ല എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചു തന്നു. ഇതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോയ അതേ ഡ്രസ്സിലാണുള്ളത്. ഒറ്റ ഡ്രസ്സ്, നമുക്ക് മാറ്റാനുള്ള സമയമില്ല. എന്താന്ന് പറഞ്ഞാൽ 5 പ്രതികളായി. 5 പ്രതികളായപ്പോൾ പിന്നെ ഇവരെ 4 5-ൽ 4 പ്രതികളെ ഒരാളെ കുറിച്ച് പിന്നെ നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. 4 പേരെയാണ് കിട്ടിയത്. ഇപ്പോഴും ഒരാൾ അബ്സ്കോണ്ടിങ് ആണ്. ഇട്ട ഡ്രസ്സിൽ ഇട്ട ഡ്രസ്സിന്റെ ആ ക്ഷീണവും കാര്യമൊന്നും ഇല്ല. എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ 4 പേരെ കിട്ടിയല്ലോ എന്നുള്ളത്. പിന്നെ അവിടുന്ന് വല്ല കുരുത്തക്കേട് കളിച്ച് ഒന്നിക്കൽ കൈമുറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സ്വയം ഉണ്ടാക്കുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവരെ അരുവെ തന്നെ നിന്നുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് ഇനിയിപ്പം ആദ്യം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകും. എന്നാൽ നമ്മൾ എന്തായാലും ഒരാളെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. വെപ്പണില്ല. ആയുധമില്ലാതെയാണോ ഈ പണിക്കെല്ലാം പോകുന്നത്? അവരെ കൊണ്ട് വന്നതും ആയുധമില്ലാതെ. എന്റെ പൊന്നെ, അതിന് 2 ഉണ്ട് കാര്യം. ആയുധമുണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ എന്താണ് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കലാണ്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ ഭവിഷ്യത്തുണ്ട്, നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഭവിഷ്യത്തുണ്ട്. ഇത് കൊണ്ടു നടക്കുന്നതിനേക്കാൾ വലിയ പണിയാണ് ഇതിന്റെ ഒരു സുരക്ഷ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസ് സന്നാഹത്തിൽ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ ഭുവനേശ്വറിലാണ് എത്തിക്കുന്നത്. ആ ഗ്രാമത്തിൽ അല്ലല്ല, അവിടുന്ന് തൊട്ടടുത്ത പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അവിടുന്ന് പിന്നെ ഭുവനേശ്വറിലേക്ക് വന്നു. ഭുവനേശ്വറിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ അവിടെ റൂം എടുക്കുന്നത്. ഇവർ പറഞ്ഞു പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ള ഇതിൽ ബാത്റൂമിൽ പോകണം. ശരി. പിന്നീട് ഞങ്ങൾ പിന്നെ നമ്മളതായല്ലോ, അവരടിക്കേന്ന് വിട്ടു. പിന്നെ നമ്മളതായി. നമ്മൾ ഇവിടെ എത്തുന്നത് വരെ അവരെ എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്ന് നോക്കിയിട്ട് ചായ വേണമെങ്കിൽ ചായ, എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് തന്നെ. ഇനി കഴിക്കാത്തവനോട് നീ കഴിച്ചോ. ഈ റൂം എടുത്ത് താമസിപ്പിക്കുമ്പോഴേക്കുള്ള ഒരു ടെൻഷനില്ലേ? വേറൊരു നാടാണ്. അത് റെയിൽവേയിൽ പോയിട്ട് അതിൻ്റെ മാനേജറെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സേഫായിട്ടുള്ള റൂം അനുവദിച്ചു തരണം, ഞങ്ങളിങ്ങനെ പോലീസാണ്, 4 പ്രതികളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതാണെന്ന് കേട്ടപ്പോൾ അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയർ റൂമിൽ, അവിടെ റിട്ടയർ റൂമല്ല, ഈ യാത്രക്കാർക്ക് വേറെ താമസിക്കാനുള്ള അങ്ങനത്തെ ഒരു റൂം നമുക്ക് തന്നു. അവിടുന്ന് തന്നെ ബാക്കിയുള്ള പ്രഭാത കർമ്മമെല്ലാം കഴിച്ചു. അവർക്ക് വേണ്ടുന്ന ഇതും കഴിച്ചു. അപ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ സമയമുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം അവിടെ ഉണ്ട് നമുക്ക് സമയം. അപ്പോൾ ആ 2 മണിക്കൂർ പുറത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു റൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും കൂടി ഒരു ഫ്രീ ആണ്, നമുക്കൊന്ന് ഫ്രഷ് ആകാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ 5 പേര് അല്ല, ഒരു ആവറേജേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒരുത്തനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഏതേ അവനാണല്ലോ ഇവിടെ കൂട്ടിയിട്ട് വന്നത്. അന്നേരം ഒന്നും പറയുന്നില്ല, എല്ലാം അവൻ പറഞ്ഞിട്ടാണ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ബാംഗ്ലൂരേക്ക് വന്നു. ആ ട്രെയിന് ബാംഗ്ലൂര്, ഭുവനേശ്വറിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വരുന്ന ട്രെയിനായിരുന്നു. ആ ട്രെയിനിന് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ എത്തുമ്പോഴേക്ക് SP സാറും ഇവിടുന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വണ്ടി അവിടെ എത്തിച്ചു. അപ്പൊ പിന്നെ അവിടെ എത്തി. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ ഇവിടെ വന്നതിന് ശേഷം ഇവരെങ്ങനെയാ മനസ്സ് തുറക്കുന്നത്? ഇവിടെ വന്നതിന് ശേഷം മരിച്ചുപോയി. ഇവൻ ഈ പിടിവലി ആദ്യം നടന്നല്ലോ. പിടിവലി നടന്ന സമയത്ത് ഈ മരണപ്പെട്ടയാൾക്ക് ഇവന്റെ മുഖംമൂടി മാറ്റാൻ പറ്റി, മനസ്സിലായി.
ഭീഷണിപ്പെടുത്തി വാങ്ങാം എന്നായിരുന്നു അവരുടെ. അവിടെ എന്തും പറഞ്ഞ വരുന്നത്, അതിനെ കുറിച്ച് അവരെന്താ പറയുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കട പൊളിച്ചിട്ട് നമുക്ക് ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കാം, ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവരെയും കൂട്ടി വരുന്നത്. അപ്പോൾ അവിടെ ലോക്കലായിട്ട് ഇങ്ങനെ കളിക്കുന്നവരായിരിക്കും എന്നാണ് ഞങ്ങളും കരുതുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെയുള്ള പോലീസുകാർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റിയത്. അപ്പൊ ഇവരെ അതും പറഞ്ഞ അവിടുന്ന് കൂട്ടിയിട്ട് ബാക്കി 4 പേരെയും കൂട്ടി ഇവിടെ വരുന്നു. ഇയാളെ വീട്ടിൽ കയറുന്നു. വീട്ടിൽ കയറി പിന്നെ ഇയാളെ വിളിച്ച സമയത്ത് വാതിൽ തുറന്ന സമയത്ത് തള്ളിക്കയറിയിട്ട് പിന്നെ പൈസക്ക് ചോദിച്ചു. അതിൽ തടസ്സം, അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സം വന്നപ്പോൾ ഈ മുഖംമൂടി പിടിച്ചു പറിച്ചു. അങ്ങനെ എല്ലാം ഇയാളെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താണോ പറയുന്നത്? ഇവിടെ ഇവൻ താമസിച്ചിട്ടും കൊണ്ട് കുറച്ചു കാലം താമസിച്ചല്ല, ഇവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട്, പൈസ ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഈ പൈസ ഈ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവുക, പുറമെ ഒക്കെ പോകുന്നില്ലല്ലോ എന്നാണ് ഇവന്റെ ചിന്ത. അതാണ് പിന്നെ പഴയ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതും എന്നെ ഒരു കള്ളനായി മാറി എന്നുള്ള ആ ഒരു ചിന്താഗതി വന്ന് അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് ഒരു വൈരാഗ്യം. ഇവര് വന്നിട്ട് എപ്പോഴെവിടെ എത്തുന്നതും എന്നിട്ട് എങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നതൊക്കെ കൃത്യമായി പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഇതേ കണ്ടീഷനിലാണ് അവൻ പറഞ്ഞു വരുന്നത്. ഞങ്ങള് കണ്ണൂർ ട്രെയിൻ ഇറങ്ങി പുതിയൊരു എത്തിയിട്ട് ഇവിടെ പോകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർ മാറണില്ല. കട പൂട്ടി കഴിഞ്ഞാലും കുറച്ച് സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ പുറമേ ഉള്ളവരും വാതിലടച്ച് ഉള്ള സമയം അടുത്തടുത്താണ്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരൊക്കെ ഒന്ന് വാതിലെല്ലാം അടച്ച് കിടന്നതിന് ശേഷം മാത്രമേ ഇവിടെ എത്താവൂ എന്നുള്ളത് കൊണ്ടാണ് പുതിയൊരു വെച്ചിട്ട് ബാർ കയറിയതും. പിന്നെ ബാർബർ ഷോപ്പിൽ ഒന്ന് മുടി ചീകി സ്റ്റൈല് നോക്കി. അപ്പോൾ നമുക്കും ദൈവം എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കണ്ടേ, ഇത് മാത്രം അതിനു വേണ്ടി ഇവൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ നിന്നാണോ ഇവിടുന്നാണോ വാങ്ങിയതെന്ന് ആയുധം റിക്കവറി ഓർമ്മയില്ല. ഭാര്യയും മക്കളൊക്കെ പിന്നെ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? പിന്നീട് ഭാര്യയും മക്കളും പിന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ അതിനിടയിൽ ഇവൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഞാനല്ല ചെയ്തത് എന്നുള്ള ഒരു കഥ ഇവൻ പറഞ്ഞുണ്ടാക്കിയിരുന്നു. കഥ പറഞ്ഞുണ്ടാക്കുന്നത്, ഒന്ന് ഭാര്യൻ്റെ ഏട്ടന് ഈ കട സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് ഒന്ന് വരുത്തി തീർക്കുക. പിന്നെ ഇവൻ്റെ അനുജൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇവൻ, പക്ഷേ എങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ അനുജൻ, അങ്ങനെയൊക്കെ ഒരു ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഥകൾ ഇവർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ 5 പേർ എന്തിന് ഇവിടെ എത്തി എന്നുള്ളതും എല്ലാം ഉണ്ടല്ലോ. ഈ അസമയത്ത് ഈ 5 പേര് ഈ സ്ഥലത്ത് എത്തുന്നുണ്ടല്ലോ, നിഴല് പോലെ കാണുന്നത്. അപ്പോൾ ആ കഥകളൊന്നും ശരിയല്ലല്ലോ. ഇനി ഇവർ തന്നെ കൊല്ലാൻ വേണ്ടി ആളെ ആക്കിയാൽ പോലും ഈ കാര്യങ്ങൾ ഒരു ലിങ്കിലേക്ക് വരണ്ടേ. ആഭരണവും പൈസയെല്ലാം കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത്? അത് പിന്നീട് ആണ് അതിന്റെ റിക്കവറി പിന്നീടാണ് നടക്കുന്നത്. അത് കൃഷ്ണ സാറും അന്ന് അവിടെ വളവണ്ണ CIയും പിന്നെ അവിടെയുള്ള പോലീസുകാരും കൂട്ടിയിട്ടാണ്. പിന്നെ ഇവരുടെ കുറ്റസമ്മത മൊഴി പ്രകാരം സ്വർണ്ണാഭരണങ്ങളും എല്ലാം റിക്കവർ ചെയ്തു. അങ്ങനെ കേസ് വിചാരണ നടന്നു. പ്രതികൾക്ക് കോടതി 4 പ്രതികൾക്കും 4 ജീവപര്യന്താണ് കൊടുത്തതെന്നാണ് ഇരട്ട ജീവപര്യന്തം. ആ ഇരട്ട ജീവപര്യന്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത ഓർമ്മ എനിക്കുണ്ട്. എന്തായാലും ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഈ കേരളത്തിൽ നിന്ന് പോലീസുകാർ ഒറീസയിലേക്ക് പോവുക, അവിടുത്തെ രംഗം പറഞ്ഞല്ലോ. ഇട്ട ഡ്രസ്സ് തന്നെ ഒരാഴ്ച 4-5 ദിവസം ഇട്ട ഡ്രസ്സിൽ ഈ അവിടുത്തെ ഒറീസയിലെ സായുധ പോലീസ് എന്ന് പറഞ്ഞാൽ AK-47 പിസ്റ്റളടക്കമുള്ള പോലീസ് സംവിധാനം ഉപയോഗിച്ച്, അതൊക്കെ നമ്മുടെ ഇവിടുത്തെ അന്നത്തെ ഹരിശങ്കർ SP യുടെയും PP സദാനന്ദൻ്റെയൊക്കെ വളരെ കൃത്യമായ ഇടപെടലാണ്.
പിന്നെ വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ് നടക്കുന്നത്. സെക്കൻഡ് കൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിലേക്ക് പോകാൻ പറയുന്നു, മൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നു, സംശയിക്കുന്ന ആളെ കണ്ടെത്തുന്നു. പിന്നെ എവിടെയും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്, പ്രകൃതിയുടെ ഒരു ഇടപെടലുണ്ട്. ഒന്ന് ആലോചിക്കണം, കടുത്ത വേനൽ മഴ, ഇടിയും മിന്നലും കാറ്റും, അതിനിടയിൽ ഒരു മിന്നൽ വെളിച്ചത്തിലാണ് ഈ മുഖംമൂടി സംഘം. അന്നേരം മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ആ സമയത്തില്ല. അത് മുഖംമൂടി ധരിക്കാത്ത സമയത്ത് മിന്നൽ വെളിച്ചത്തിൽ ഈ പ്രതികളെ കുറിച്ച് സൂചന കിട്ടുന്നു. പിന്നെ ബാറിൽ അവരെ കണ്ടെത്തുന്നു, ബാർബർ ഷോപ്പിൽ കണ്ടെത്തുന്നു. പോലീസ് കൃത്യമായി അവരെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു, പിന്തുടർന്ന് പിടികൂടുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിയാതിരിക്കില്ല ഏത് ക്രൈം ചെയ്താലും. അപ്പോൾ ആ പോയി അങ്ങനെ ഇതാണ് നമ്മുടെ കേരള പോലീസ്. നമ്മൾ പണി എടുക്കുന്നുണ്ട് പലപ്പോഴും. അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇട്ട ഡ്രസ്സ് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഈ പറയുന്ന ഗ്രാമങ്ങളിലൂടെ പോവുക, ഈ സായുധ സേന നൽകിയ ആത്മവിശ്വാസത്തിൽ ആ പ്രതികളുമായി തിരിച്ച് നാട്ടിലെത്തുക. ഇതൊരു കൊലപാതകത്തിൻ്റെ ഒരന്വേഷണത്തിൻ്റെ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചതാണ്. ഇദ്ദേഹം ഇത് പറയുമ്പോൾ വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മഹിജൻ ഞങ്ങളോടിത് പങ്കുവെക്കാൻ തന്നെ തയ്യാറായത്. ഇതെല്ലാം നമ്മൾ അറിയുന്നത്, നമ്മുടെ പോലീസ് ഇങ്ങനെ കുറേ നല്ല പണിയെടുക്കുന്നുണ്ട്. പോലീസിനെ കുറ്റം പറയാൻ എപ്പോഴും നാട്ടുകാർക്ക് 100 നാവാണ്. പക്ഷേ നമ്മുടെ നിങ്ങൾ ആലോചിക്കണം, ചേലമ്പ്ര കവർച്ച, പൊന്നം ബാങ്ക് കവർച്ച, അങ്ങനെ എത്രയെത്ര കവർച്ചകൾ. അപ്പോൾ ആ പോലീസിനെ നമ്മളൊന്ന് സല്യൂട്ട് ചെയ്യുന്നത്, ഒരു ബിഗ് സല്യൂട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ അവർക്കൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രേക്ഷകർക്കും ഒപ്പം മഹിജനും ചാർജ് ഷീറ്റിനും നന്ദി, നമസ്കാരം.